രാജ്യത്തിന്റെ വികസനത്തിനായുള്ള പ്രധാനപ്പെട്ട സെൻസസ് പ്രക്രിയ സംസ്ഥാനത്ത് അട്ടിമറിക്കുന്നുവെന്ന ആക്ഷേപം. 2040 ഭാരതം നമ്പർ 1 ആവേണ്ട ഒരുക്കങ്ങൾ നടത്താൻ വേണ്ട അടിസ്ഥാന വിവരശേഖരണത്തിൽ കളവ് നടത്താൻ ഉദ്യോഗസ്ഥർ എന്യൂമർമേറ്റർമാരെ നിർബന്ധിക്കുന്നു. നടക്കുന്നത് രാഷ്ട്രവിരുദ്ധ നടപടിയാണെന്നാണ് ആക്ഷേപം. ജനം ബ്രേക്കിംഗ്. രാജ്യത്ത് നടക്കുന്ന സെൻസസ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായി വിവിധ കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തും സെൻസസ് പ്രക്രിയ അട്ടിമറിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഗ്രാമീണ മേഖലകളിൽ തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം, LPG കണക്ഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച ശരിയായ വിവരങ്ങൾ തിരുത്തണമെന്ന ആവശ്യം ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നതായാണ് പരാതികൾ ഉയരുന്നത്. കേരളം വെളിയിട വിസർജന വിമുക്ത സംസ്ഥാനമായതിനാൽ ടോയ്ലറ്റ് അല്ലാതെ പുറത്ത് എന്ന ഓപ്ഷൻ നൽകരുതെന്നാണ് സൂപ്പർവൈസർമാർക്കുള്ള നിർബന്ധിത നിർദ്ദേശം. മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിനിങ് എന്നുള്ള 20ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അത് വൈദ്യുതി ഇല്ല അല്ലെങ്കിൽ ലൈറ്റ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചോദ്യമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. വൈദ്യുതി ഇല്ല എന്നുള്ളതൊന്നും ഒരു കാരണവശാലും കൊടുക്കരുത്. ടൈപ്പ് ഓഫ് ലാട്രിൻ എന്നുള്ളത് സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ ഒറ്റക്കുഴി കക്കൂസ് ഇതായിരിക്കും വരുന്നത്. എന്തായാലും കൂടുതലും സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ ഒറ്റക്കുഴി കക്കൂസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഈ സീവർ പൈപ്പ് സംവിധാനമൊന്നും നിലവിലില്ല. വീടുകൾ തോറും കയറിയിറങ്ങി കുടുംബാംഗങ്ങൾ പറയുന്ന യഥാർത്ഥ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സൂപ്പർവൈസർമാരോടാണ് ഇത്തരം നിർദ്ദേശം നൽകുന്നത്. വീട്ടുകാരെന്തുവാണോ പറയുന്നത് അത് വേണം നമ്മൾ രേഖപ്പെടുത്താൻ. എന്നിട്ട് പിന്നെ എങ്ങനെ കറണ്ട് ഇല്ലാത്ത വീട്ടിൽ കറണ്ട് ഉണ്ടെന്നും കക്കൂസ് ഇല്ലാത്ത വീട്ടിൽ കക്കൂസ് ഉണ്ടെന്നും ഒക്കെ നമ്മൾ എഴുതുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന വിവരങ്ങൾക്ക് ഇതൊരു സത്യസന്ധമായ വിവരശേഖരണമാണോ? അവർ പറയുന്നതനുസരിച്ച് നമ്മൾ അങ്ങ് എഴുതി കൊടുക്കാനാണ്. പിന്നെ അങ്ങനെ ഇതാണോ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി അളക്കാനുള്ള രേഖ, സത്യസന്ധമായ രേഖ? ഔദ്യോഗിക കണക്കുകൾ അനുസൃതമായി വിവരങ്ങൾ തിരുത്താൻ ഉയർന്ന ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നതായി അധ്യാപകരും തൊഴിലാളികളും പരാതി ഉയർത്തിക്കഴിഞ്ഞു. നിർദ്ദേശങ്ങൾ ഇടയ്ക്കിടെ മാറുമ്പോൾ സത്യസന്ധമായി വിവരങ്ങൾ ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണെന്നും രാജ്യത്തിന്റെ വികസനത്തിനായി നടത്തുന്ന സെൻസസിൽ യഥാർത്ഥ വിവരങ്ങൾ തന്നെയാണ് രേഖപ്പെടുത്തേണ്ടതെന്നും ഇവർ വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം.